പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം. ഹല്ലേലൂയ. ഏവർക്കും ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വെളിപ്പാട് പുസ്തകം പ്രത്യേകിച്ച് 20-ാം അധ്യായത്തിന്റെ 11 മുതൽ കാണുന്ന വെള്ളസിംഹാസന ന്യായവിധി എപ്രകാരമായിരിക്കുമെന്ന് നാം ചിന്തിക്കുകയാണല്ലോ. അവിടെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതും സാക്ഷികളെ നിരത്തുന്നതുമായ കോടതിയിൽ നടക്കുന്ന പ്രക്രിയകളെക്കുറിച്ച് ദൈവവചനാടിസ്ഥാനത്തിലും നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നല്ലോ. അതെ, വീണ്ടും നാം ചിന്തിക്കുമ്പോൾ യഥാർത്ഥ ആ കുറ്റപത്രം അത് എഴുതി വെക്കും ഓരോരുത്തരുടെയും എന്നുള്ളതാണ്. നമുക്ക് അറിയാം, അവസർ ഒക്കെ എഴുതി സൂക്ഷിക്കുന്നത് പോലെ ഓരോ വ്യക്തിയുടെയും കുറ്റപത്രം പ്രത്യേകമായിട്ട് എഴുതി വെക്കുക തന്നെ ചെയ്യും. ഒരു 19 വയസ്സ് പ്രായമുള്ള ഒരാള് ഏതാണ്ട് ഒരു 10 വയസ്സുവരെ വലിയ അറിവില്ലായ്മയുടെ കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 70 വർഷക്കാലം ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കണക്ക് അത് എന്മാത്രം ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ. കുറെയെല്ലാം മറന്നുപോയിരിക്കും. എന്നാൽ അതെല്ലാം ആ ന്യായവിധിയില് ഓർമ്മപ്പെടുത്തേണ്ടതിന് കുറ്റപത്രം നിശ്ചയമായും എഴുതി വെച്ച് സർവശക്തനായ ദൈവവും അത് പ്രദർശിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 20-ന്റെ 11 മുതൽ 15 വരെ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ പുസ്തകങ്ങൾ തുറന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ പുസ്തകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തേത് ഇപ്രകാരമുള്ള കുറ്റപത്രം എഴുതി സൂക്ഷിച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ്. രണ്ടാമത്തേത് നിയമപുസ്തകമാണ്. നമുക്കറിയാം, കോടതിയിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണല്ലോ നിയമ പുസ്തകം എന്നുള്ളത്. ദാനിയേൽ പ്രവചനം 7:10 ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 5:1, 6:1 ഈ ഭാഗങ്ങളിലും മുദ്രയിടപ്പെട്ട പുസ്തകം തുറന്നിട്ടാണ് ഓരോ നടപടികൾ നടക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്രകാരം ആ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന സത്യ വേദ പുസ്തകം അഥവാ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന പഴയ നിയമവും പുതിയ നിയമവുമായ ആ സത്യ വേദ പുസ്തകം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ തിരുവചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് എന്നാണ് 119-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 89-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത്. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 12, 13 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും എന്ന് അവിടെയും സ്പഷ്ടമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതെ, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ആണല്ലോ ന്യായവിധി നടത്തുന്നത്. ഇന്ത്യയിലെ ഓരോ ശിക്ഷയ്ക്കും അതിന്റെ ഉപവകുപ്പുകൾ ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കോടതിയിൽ സാധിക്കുന്നു എങ്കിൽ ഇവിടെയും സ്വർഗീയ കോടതിയിലും അത് എത്ര കഠോരമായിരിക്കും എന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ പുസ്തകമാണ് ജീവ പുസ്തകം, ദ ബുക്ക് ഓഫ് ലൈഫ്. അഥവാ നാം പഴയ നിയമത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ പ്രാചീന കാലത്ത് വംശാവലി രേഖകൾ സൂക്ഷിക്കുന്നത് പതിവുണ്ടായിരുന്നതായിട്ട് നെഹമ്യാവിന്റെ പുസ്തകം 7:5, 64, 12:22, 23 ഈ വാക്യങ്ങളിലൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇപ്രകാരം ഒരു പുസ്തകം ദൈവവും സൂക്ഷിക്കുന്നതായിട്ട് ബൈബിളിൽ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഭിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്നാണല്ലോ 139-ാം സങ്കീർത്തനത്തിലും സങ്കീർത്തനക്കാരൻ പാടുന്നത്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മോശയും യഹോവയായ ദൈവവും തമ്മിൽ ഒരു സംസാരം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വളരെ ശ്രദ്ധേയമാണ്. അതിന്റെ 32-ന്റെ 32, 33 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: എങ്കിലും
നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ എന്നാണ് മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി കരയുന്നത്. എന്നാൽ യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയും എന്ന് സ്പഷ്ടമായിട്ട് അവിടെയും പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് 69-ാം സങ്കീർത്തനത്തില് അതിന്റെ 28-ാമത്തെ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണല്ലോ: ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുതേ എന്ന് ആ ന്യായപ്രമാണ യുഗത്തിൽ ദാവീദ് പാടിയിരിക്കുന്നതും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്രകാരം പുതിയ നിയമത്തിൽ നിത്യജീവനെ അവകാശമാക്കുന്ന നീതിമാന്മാരുടെ പേരുകൾ ഉൾക്കൊള്ളുന്നതാണ് ജീവപുസ്തകം എന്ന് ഫിലിപ്പിയ ലേഖനം 4:3 വെളിപ്പാട് പുസ്തകം 3:5 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകം എന്ന് അതിനെ വിളിക്കുന്നതായിട്ടും വെളിപ്പാട് പുസ്തകം 13:8, 21:27 എന്നീ വാക്യങ്ങളിലും നമുക്ക് കാണാവുന്നതാണല്ലോ. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ ലോകസ്ഥാപനം മുതൽ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10:20 നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞതിന്റെ അതിന്റെ ആശയവും ഇതാണ് എന്ന് വളരെ വ്യക്തമാണ്. അതേ, ജീവപുസ്തകത്തിൽ പേരില്ലാതിരിക്കുന്നത് രണ്ടാം മരണമാണ് എന്ന് വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകം 20:15 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുവൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തില് ചേർക്കപ്പെടുന്നുണ്ട്. എന്നാൽ അവൻ പിന്മാറ്റത്തിലോ ദൈവസന്നിധിയിൽ നിന്ന് അവൻ മാറിപ്പോയാലോ ആ എഴുതിയ കർത്താവ് തന്നെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേർ മായ്ച്ചു കളയുമെന്ന് ഇവിടെ വളരെ വ്യക്തമാണല്ലോ. ആയതിനാൽ പ്രിയമുള്ളവരെ, യഥാർത്ഥമായി ജീവന്റെ പുസ്തകത്തിൽ പേർ പ്പെട്ടവരായിട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് നിശ്ചയമായിട്ട് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് രക്ഷിക്കപ്പെടേണ്ടത് അഥവാ മാനസാന്തരപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. ആ ദൈവാകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ, കുഞ്ഞാട്ടിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ചെങ്കടലും മിസ്രയും സൈന്യനിരയും ഭീഷണിയാ മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോ. ഭീകരമാ ചെങ്കടലും മിസ്രയും സൈന്യനിരയും ഭീഷണിയാ മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ.